ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കൊച്ചു വർത്തമാനം കൂടി ആയാലോ എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നാട്ടിലെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഇങ്ങനെ നാട്ടിലെ വാർത്തകൾ ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേന് നാട്ടിൽ വരാനായിട്ട് എനിക്ക് അങ്ങ് കൊതിയാം. അപ്പം വന്നാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. പക്ഷേ നടക്കുന്നില്ല. ചപ്പാത്തിയും ബുൾസയും പരിപ്പ് കറിയും കഴിച്ചിട്ടില്ലാത്തതൊന്ന് കഴിച്ചു നോക്കണേ, അടിപൊളിയാണ്. പിന്നെ വേറൊരു വീഡിയോ കണ്ടിരുന്നു, നമ്മുടെ കൊല്ലത്തെങ്ങാണ്ടൊരു ആരെയോ കൊന്നു ഇങ്ങനെ ചങ്ങലൊക്കെ ഇട്ട് 2-3 ആഴ്ചയായ ഒരു ശവം കണ്ടെത്തിയെന്നൊക്കെ ഈ റബ്ബറും തോട്ടത്തിൽ. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി, പിന്നെ സങ്കടമായി. പിന്നെ ആ ന്യൂസ് ഞാൻ സെർച്ച് ചെയ്തില്ല, അതൊന്ന് നോക്കണം എന്താണെന്ന് അറിയാൻ. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലാണ് അത് കണ്ടത്. നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിനിടയ്ക്ക് ഇങ്ങനത്തെ കുറേ വാർത്തകൾ കേൾക്കുമ്പോഴത്തേന് പേടിയാണ്. നാട്ടിലോട്ട് വരാനും പേടിയാണ്. പിന്നെ ക്രിസ്മസ് അടുത്തോണ്ടിരിക്കുകയല്ലേ. ഞാൻ ക്രിസ്മസിന് നാട്ടിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. കൊള്ളാം കേട്ടോ, ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടുണ്ട്. ലാസ്റ്റ് എൻ്റെ ചപ്പാത്തി. ചപ്പാത്തിക്ക് പിന്നെ ഇച്ചിരി ഡ്രൈ കറി ആവുന്നത് നല്ലതാണ്. പിന്നെ ഇതുപോലെ ഇച്ചിരി ലൂസ് കറിയാണെങ്കിൽ നമുക്കിതിങ്ങനെ സോക്ക് ചെയ്തിട്ട് ഇത് കുതിർന്ന് കഴിയുമ്പോഴത്തേന് കൂടുതൽ സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കൊലപാതക കേസൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് വാർത്തയിലൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര പേടിയും വിഷമമൊക്കെ. എന്തിനാണിങ്ങനെ മനുഷ്യരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതല്ലേ, അല്ലാതെ ജീവിച്ചുകൂടെ? ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നല്ലോ നമ്മുടെ ബുൾസെ എല്ലാം കൂടി ഇട്ട് കുഴച്ച തിന്നുന്ന എനിക്കിങ്ങനെ ഈ കുഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻസിലിടുക. ഓക്കെ, ഇപ്പോഴൊരു കാര്യം ഓർത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു കടയിൽ വരെ ചെന്നപ്പോഴത്തേനും അവിടെ ഒരു ക്രൈം, അത് പിന്നെ എപ്പോഴേലും പറയാം കേട്ടോ.